എൻ്റെ മാമൻ്റെ മോനുണ്ട്. അവൻ്റെ പേര് പ്രണവ് എന്നാണ്. പക്ഷേ ഞങ്ങൾ ശങ്കര എന്നാണ് വിളിക്കാം, ശംഖു എന്നൊക്കെ വിളിക്കും. അപ്പോൾ അവൻ ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കൊണ്ട് കാണിക്കാമോ എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് ലിയോ എന്ന് പറയുന്ന സിനിമയുടെയാണ്. എനിക്ക് ഈ സിനിമ കാണാനുള്ള അത്രയും മട്ട് അവൻ്റെ വീട്ടിൽ ആർക്കും ഇല്ലാത്തതുകൊണ്ട് അവർ ഈ വെളുപ്പങ്കാലത്ത് എണീറ്റ് പോകുന്ന ഷോ ഒന്നും അങ്ങനെ പോയി ശീലിച്ചിട്ടില്ല. അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ സിനിമയ്ക്ക് പോയി അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആംബിയൻസും പരിപാടിയൊക്കെ നല്ലോണം രസിച്ചു. പക്ഷേ അതിന് ശേഷം അവനൊരു സിനിമയ്ക്ക് എന്നെ കൊണ്ടുപോകാമോ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നത് ആവേശം എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ഫഹദിനോട് ഇത്രയും സ്നേഹമാണോ? അപ്പോൾ അവൻ പറഞ്ഞു, ഫഹദിനെ കാണാൻ വേണ്ടിയിട്ടല്ല, ഹിപ്സ്റ്ററെ കാണാൻ വേണ്ടിയിട്ടാണെന്ന്. സത്യം പറയാലോ, ഈ ഗെയിമിംഗ് യൂണിവേഴ്സിൽ എനിക്ക് ആകെ പരിചയമുള്ളത് കാസ്ട്രോ എന്ന് പറയുന്ന പേരും അതുപോലെ തന്നെ തൊപ്പി എന്ന് പറയുന്ന പേരുമാണ്. ഇവൻ അവരുടെ പോലും ഗെയിമിംഗ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആ ഒരു യൂണിവേഴ്സുമായിട്ട് അത്ര അടുത്ത് പരിചയമില്ലാത്ത ആളായതുകൊണ്ടാണ്. എന്തായാലും അവനെയും കൊണ്ടാണ് ഇന്ന് ആവേശം സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയത്. അവിടെ ഓരോ ആൾക്കാരും വരുമ്പോൾ അവനിങ്ങനെ പറയുക, ദേ ഇവർ മറ്റേ ക്യാമ്പ് ഹൗസോ അങ്ങനെ ഇത് അവിടെയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും പേരൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കൈ ചൂണ്ടി സംസാരിക്കല്ലേ താഴ്ത്ത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അവൻ വളരെ ഹാപ്പി ആയിരുന്നു. കുറേ ആളുകളെയൊക്കെ കാണാനും ഒക്കെ പറ്റി. അതുപോലെ തന്നെ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടടാന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, സൂപ്പർ അല്ലേ, കുറേ ചിരിച്ച് കുറേ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അവനോട് ചോദിച്ച അതേ ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം അവൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞങ്ങൾ തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. 2 ജനറേഷനാണ്. അതിനെ രണ്ടിനെയും സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ ഗംഭീര കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സ്പോയിലേഴ്സ് ഇല്ലാതെ പറയാം. പക്ഷേ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ആവേശം പകരുന്നൊരു കാര്യം, പ്രത്യേകിച്ച് വായനയെ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതല്ല വായനയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അയാൾക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് കുക്കു FM ഫ്രീ ആയിട്ട് പ്രീമിയം ഫീച്ചേഴ്സ് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം അങ്ങോട്ട് തരികയാണ്. 7 ദിവസത്തേക്ക് വിവിധ ഭാഷകളിലായിട്ട് വിവിധ വിഭാഗങ്ങളിലായിട്ട് നമുക്കേറെ പ്രിയപ്പെട്ട, ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം എന്ന് നമ്മളോട് പലരും ഉപദേശിക്കാറൊക്കെയുള്ള പുസ്തകങ്ങളില്ലേ, അതടക്കം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൃതികൾ വരെ കുക്കു FM അവൈലബിൾ ആണ്. ദസ്തവെസ്കിയുടെ ലോകോത്തര കഥകൾ, ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ, ഷെർലക് ഹോം സീരീസ്, ബഷീറിൻ്റെ ബാല്യകാല സഖി, പ്രേമലേഖനം, പിന്നെ നിരവധി കഥകൾ, മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ, നീർമാതളം പൂത്തകാലം, അങ്ങനെ നമ്മൾ ക്ലാസിക്കായി വിലയിരുത്തുന്ന അത്രയധികം എല്ലാവരും നമ്മളോട് വായിക്കണമെന്ന് പറയുന്ന, നമ്മളും ഒരു വട്ടം വായിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന കൃതികളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരാളിരുന്ന് വായിച്ചു തരികയാണ്. നമുക്ക് ഇൻ്റർനെറ്റിന് സ്പീഡുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവുക, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു പുസ്തകം വായിച്ചു തരികയാണ്, സിനിമാറ്റിക് എഫക്റ്റ് ഒക്കെ ആയിട്ട്. കുക്കു FMൻ്റെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും 7 ദിവസത്തേക്ക് നമുക്ക് സൗജന്യമാണ്. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ എടുക്കണമല്ലോ എന്ന് തോന്നുമ്പോൾ ഉണ്ണി 50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് അവരുടെ വരിസംഖ്യയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. അതേ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. ഒറ്റ വാചകത്തിൽ സിനിമയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഒരു ഫുൾ ഓൺ പടം എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. അതിൽ ഏറ്റവും വലിയ പോസിറ്റീവുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. ആ 3 പിള്ളേർ, അല്ല ഹിപ്സ്റ്റർ അടക്കമുള്ള ആ 3, ഇതെന്താണെന്നറിയാം, ഇതിൽ ആ 3 പേരെ പറഞ്ഞാൽ പോരാ, അവരെ നല്ലോണം വെറുപ്പിക്കുന്ന ഒരു കുട്ടിയേട്ടനുണ്ട്. വേറെ കുറച്ച് ആളുകൾ, ഞാൻ എക്സ്പ്രഷൻ വൈസൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി താരങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരും ഗംഭീര പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരാളെ നമുക്ക് ഇയാളാണ് ഏറ്റവും മികച്ചതായത് എന്ന് പറയാൻ തോന്നുന്നില്ല. എല്ലാവരും അവരവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ അതിൻ്റെ സ്കെയിൽ അനുസരിച്ച് ഗംഭീരമായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റിൽ പോലും ഇവർ അവിടുത്തെ സ്റ്റുഡൻസ് അല്ല, അല്ലെങ്കിൽ ഇവരിതൊക്കെ ഫേസ് ചെയ്യുന്ന റിയൽ ആളുകളല്ല നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും രസമായിട്ട് അവർ ഇഴുകി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റീബ്രാൻഡ് ചെയ്യപ്പെട്ട ഫഫ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇവരുടെയൊക്കെ പേരുകളൊക്കെ എഴുതി കാണിക്കുമല്ലോ. അപ്പോൾ റീബ്രാൻഡിങ് ഫഹദ് ഫാസിൽ എന്നുള്ളത് മാറിയിട്ട് ഫഫ എന്നാവുന്നത് അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതായത് എവിടെ പ്രകൃതി എന്ന് പറഞ്ഞവരൊക്കെ എവിടെ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ ആ ബ്രാൻഡിങ്ങിൽ തന്നെ ആ ഡിഫറൻസ് ഉണ്ടായിരുന്നു. സിനിമയിൽ ഉടനീളം രംഗ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വളരെ രസമായിട്ട് ഫഹദ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. അതായത് ഫഹദ് ഫാസിലിന് നിറഞ്ഞാടാൻ പറ്റുന്നൊരു സാധനം എടുത്ത് കയ്യിലേക്ക് കൊടുത്തു, പുള്ളി അത് നിറഞ്ഞാടി ഇങ്ങ് തന്നു. നമ്മളത് എൻജോയ് ചെയ്യുക, അത്ര അതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ. പിന്നെ സജിൻ ഗോപു, ഞാൻ ഇന്നലെ ഈ സിനിമയെക്കുറിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്താണെന്നൊരു പ്രീവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടും ഞാൻ ആ അഭിനേതാവിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളത്. ഈ സിനിമയിൽ അങ്ങേര് ഭയങ്കര സ്കോറിംഗ് ആണ്. അതായത് ഫഹദ് ഇങ്ങനെ സ്കോർ ചെയ്യാൻ വരുമ്പോൾ ഇയാളുടെ ഒരു സാധനമൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞ സ്പോയിലറായിപ്പോൾ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പുള്ളി അർമ്മതിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ, 2 ഹിന്ദിക്കാരുണ്ട്, അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റാത്തൊരു പുള്ളി. അയ്യോ, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. രണ്ടാമത്തെ പോസിറ്റീവ് മ്യൂസിക്, സുഷിൻ ശ്യാം. എന്ന് വെച്ചാൽ സിനിമ തുടങ്ങുമ്പോൾ ഒരു റൈഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ റൈഡ് എൻഡ് ചെയ്യുന്നത്
സിനിമയുടെ അവസാനം ആ പാട്ട് വരുന്ന സമയത്താണ്. പാട്ട് ഏതാണെന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്തൊക്കെ ആലോചിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ എല്ലാ പാട്ടുകളും BGM പോകുന്നതാണെങ്കിലും കുറേ സ്ലോമോ സാധനങ്ങളൊക്കെ അവർ ഗംഭീരമായിട്ട് അതിൽ ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ മ്യൂസിക് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് പോളി വർക്കാണ്. ആൻഡ് വിഷ്വലിൻ്റെ ഭംഗിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് വിഷ്വലിൻ്റെ പ്ലേസ്മെൻറ്റാണ്. അതായത് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങളെ എവിടെ പ്ലേസ് ചെയ്യണം, എവിടെയാണ് നമ്മളൊരു സ്ലോമോ കൊടുക്കേണ്ടത്, പിന്നെ എങ്ങനെയാണത് മാറേണ്ടത്, അടുത്ത കട്ട് എവിടുന്ന് വരണം എന്നൊക്കെ പറയുന്ന ആ സാധനമുണ്ടല്ലോ, അതിനെ വളരെ എൻഗേജിങ് ആയി മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ ഗംഭീര വിഷ്വൽ പ്ലേസ്മെൻറ്റ്സ് ആണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ പറയണം, അതിൻ്റെ മേക്കപ്പ് പറയണം, കോസ്റ്റ്യൂംസ്, എല്ലാം നമ്മൾ വിഷ്വലി എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം ഈ സിനിമയുടെ പോസിറ്റീവ് ഘടകങ്ങൾ മാത്രമാണ്. പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഹ്യൂമർ. സിനിമയുടെ തുടക്കത്തിൽ ഇപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഒരു ബേസ് കഥ എന്നുള്ളത് എനിക്ക് ടീസർ 2-3 പ്രാവശ്യം കണ്ടപ്പോൾ ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രീവ്യൂ വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ തുടക്കത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അവിടെയും ഈ ഹ്യൂമർ വർക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട്, നമ്മളും ഇതുപോലെ പല സിറ്റുവേഷനിലൂടെയും കടന്നു പോയിട്ടുള്ളതുകൊണ്ട് നമുക്കിതിലെ ഹ്യൂമർ എലമെൻറ്റും അതുപോലെ തന്നെ അതിലെ ഇമോഷണൽ കണക്റ്റും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫഫയുടെ എൻട്രൻസ് കഴിയുമ്പോഴേക്കും പടം ഇങ്ങനെ കയറുകയാണ്. അതായത് അത്രയും നേരം ഇങ്ങനെ മറ്റേ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത പോലെ 9, 8, 7, 6 എന്നൊക്കെ പറഞ്ഞ് കൗണ്ട് ചെയ്ത് വരുന്നു. ഫഫ വരുമ്പോൾ സാധനം പോവാണ്. അങ്ങനെ ഒരു റൈഡാണ്. ഹ്യൂമർ ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്, ഇമോഷണൽ കണക്റ്റ് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. അത് ഈവൻ രംഗ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ പേഴ്സണൽ കണക്റ്റ് കാണിക്കുമ്പോഴും അയാൾ റോങ് ആണ് എന്നുള്ള എല്ലാ ധാരണയും നമുക്ക് തന്നുകൊണ്ട് തന്നെ അയാളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പിള്ളേരുടെ ഇമോഷണൽ സ്റ്റേറ്റ്. പിന്നെ ട്രോൾ ചെയ്യപ്പെടുന്നൊരു സാധനമുണ്ട്. അത് ട്രോളൊന്നും പറയാൻ പറ്റില്ല, രസമായിട്ട് അതവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ കാര്യത്തിനെ പറയാതെ ഒരുപാട് കാര്യങ്ങൾ പറയാമെന്ന് പറയില്ലേ. പിന്നെ പറയേണ്ടത് ഫൈറ്റ് കൊറിയോഗ്രഫിയാണ്. കൊതിപ്പിച്ചിട്ടാണ് നമ്മളൊരു സാധനം കാണുന്നത്. അത് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഫൈറ്റും അവരെങ്ങനെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫഹദ് ഫാസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിലത്തെ ഫൈറ്റ് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് വേറൊരു പരിപാടിയാണ് അവർ പിടിച്ചിരിക്കുന്നത്. കറക്റ്റാണ്. ഇനി നെഗറ്റീവായി എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. എനിക്കിതിൻ്റെ കഥയിലൊരു വലിയ എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടില്ല. കാര്യം ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഏകദേശ ധാരണയൊക്കെ ടീസർ കണ്ടപ്പോഴേ ഉണ്ട്. ഈവൻ ഒരു പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് എവിടെയായിരിക്കും എന്നുള്ളത് വരെ എനിക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു. പാട്ടുകളൊക്കെ കേൾക്കുകയും അതുപോലെ ടീസർ 1-2 ആവർത്തി കാണുകയൊക്കെ ചെയ്തപ്പോൾ ഇന്ന പാട്ട് ഇന്ന സ്ഥലത്തായിരിക്കും വരുന്നത്, ഇത് ഇന്നയായിരിക്കും സൂചിപ്പിക്കുന്നത് എന്ന് ഒരു പ്രെഡിക്റ്റബിലിറ്റി സാധനം എനിക്ക് വല്ലാണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ് കഥയുടെ ഗതിയിൽ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ കഥാഗതിയിലുള്ള ആ ഒരു സാധനമല്ല ഇവരിതിൽ ചെയ്തേക്കുന്നത്, വേറൊരു പരിപാടിയാണ്. പിന്നെ ഒക്കേഷണലി, അതായത് കാര്യം അറിയാം, ഇനി അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യം അപ്പുറം ഇപ്പുറമൊക്കെ ഭയങ്കര ഹ്യൂമറും സാധനങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇടയിൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു സംഭവം പോകുമ്പോൾ നമുക്കൊരു എഴച്ചിൽ ഫീൽ ചെയ്യുമല്ലോ. അങ്ങനത്തെ 1-2 ഒക്കേഷണൽ ചെറിയ എഴച്ചിൽ പരിപാടികൾ, പക്ഷേ അതൊക്കെ വളരെ നെഗ്ലിജിബിളാണ്. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് വേറൊരു ഫീലിലേക്ക് എത്തും. സോ എന്നെ സംബന്ധിച്ച് നിങ്ങൾ രോമാഞ്ചമൊക്കെ തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ രോമാഞ്ചത്തിൻ്റെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല. കാര്യം രോമാഞ്ചം വേറൊരു സാധനമായിരുന്നു. ഇതിൻ്റെ സ്കെയിലിൽ പെർഫോമൻസ് വൈസ് ഹ്യൂമർ കൊണ്ട് ഒക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാവുന്ന, പ്രത്യേകിച്ച് നല്ല ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണേണ്ട സിനിമയാണ്. ഒരു അവാർഡ് ക്രൗഡോ അല്ലെങ്കിൽ ആളില്ലാതെയോ നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന പഞ്ചുകളൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്ന് വരും. പക്ഷേ പൊട്ടിച്ചിരിക്കുന്ന അർമാദിക്കുന്ന ഒരു ക്രൗഡിനോടൊപ്പം നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ പൊളി വൈബാണ്. ഇനി ഒരേ ഒരു കാര്യം കൂടി വീണ്ടും സൂചിപ്പിക്കാനുള്ളത്, ഈ സിനിമ ഞാൻ കണ്ടത് ഇന്നലെ മൈതാൻ എന്ന് പറയുന്ന സിനിമ കണ്ടതുപോലെ തന്നെ ഷെനൈസിൽ വെച്ചിട്ടാണ്. സിനിമ കാണുന്ന സമയത്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്നതിൻ്റെ പായുടെ ഫ്രണ്ടിലത്തെ വള്ളി വരെ കട്ടായിരിക്കുകയാണ്. ആ സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ അതല്ല, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ ഞാൻ ഇന്ന് കണ്ട ആ രീതിയിലല്ല അവർ ഔട്ട് എടുത്തിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ സിനിമ കഴിയുന്നവരെയും ഈ ഇൻ്റർവെല്ലായപ്പോൾ ഞാൻ പുറത്തിറങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ വീണ്ടും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഒരു സിനിമ, ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ അയാളുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് പ്രേക്ഷകനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന മീഡിയേറ്ററാണ് തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ തിയേറ്ററുകാരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. സിനിമ തുടങ്ങി ഈ പറയുന്ന മുന്നറിയിപ്പ് എഴുതി കാണിക്കുമ്പോഴെങ്കിലും അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ നമ്മൾ ക്രോപ്പ് ചെയ്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് ചെറുതാക്കണം എന്ന്. എനിക്ക് സ്ക്രീനിന് ചരിവുണ്ടായിരുന്നു എന്ന് പോലും ഫസ്റ്റ് താങ്ക്സ് ഒക്കെ എഴുതിയിട്ട് ലൈൻ ഇട്ടിരിക്കുന്ന കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1-2 ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. പ്ലീസ്, ഇന്നലെ 200 രൂപ കൊടുത്ത് സിനിമയ്ക്ക് കയറിയപ്പോഴും ഇന്ന് 400 രൂപയ്ക്ക് എടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് കയറിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഫിലിം മേക്കറും പ്രേക്ഷകനും നന്നായിട്ട് സംവദിക്കട്ടെ. അതിനൊരു മീഡിയേറ്ററായി ഇരിക്കുന്നതിനല്ലേ ഇത്രയും പൈസയൊക്കെ നമ്മൾ തരുന്നത്. സോ ഇതൊരു റിക്വസ്റ്റ് ആണ്. പല ടെക്നിക്കാലിറ്റീസും ഡിഫിക്കൽട്ടീസും ഒക്കെ എല്ലാവർക്കും പറയാനുണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എനിക്കങ്ങനെ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അവരൊരു ഫ്രെയിം സൈസ് പിടിച്ചിരിക്കുന്നത് പല ഉദ്ദേശങ്ങളും കൊണ്ടാണ്. അതങ്ങനെ തന്നെ പ്രേക്ഷകനിലേക്ക് എത്തണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.